നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പിന്നെയും റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രോഗിയുടെ അവകാശങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായി പരിചരണത്തിനുള്ള അവകാശം. ഏത് രോഗാവസ്ഥയിലും സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, മത, ഭാഷ, വർഗവർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ ചികിത്സ ലഭിക്കാനുള്ള അവകാശം രോഗിക്കുണ്ട്. അതും റൈറ്റ് ടു ഗെറ്റ് ക്വാളിറ്റി കെയർ. മാത്രമല്ല, രോഗി പറയുന്നത് ചികിത്സകൻ ക്ഷമയോടെ രോഗിക്ക് തൃപ്തി തോന്നുന്ന രീതിയിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചികിത്സകൻ എഴുതുന്ന മെഡിസിൻ അതിൻ്റെ ഡോസ് എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി ഏതൊക്കെ സമയത്ത് കഴിക്കണം, എത്ര മണിക്കൂർ ഇടവിട്ട് കഴിക്കണം എന്നുള്ള കാര്യങ്ങളും, എത്ര ദിവസത്തേക്ക് കഴിക്കണം, എത്ര നാളത്തേക്ക് കഴിക്കണം എന്നുള്ള കാര്യങ്ങളും, ആ പർട്ടിക്കുലർ മെഡിസിൻ്റെ ആക്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ള മെഡിസിനാണ്, അത് വേദനയ്ക്കുള്ള മരുന്നാണോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിനുള്ള മരുന്നാണോ, എന്തിന് അതിൻ്റെ ആക്ഷനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകണം. മാത്രമല്ല, ആ പർട്ടിക്കുലർ മെഡിസിൻ്റെ ജനറിക് ഓപ്ഷൻ ലഭ്യമാണെങ്കിൽ അതും വായിക്കാവുന്ന രീതിയിൽ, വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കിയ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം രോഗിക്ക് ലഭ്യമാകേണ്ടത്. അത് രോഗിയുടെ അവകാശമാണ്. മാത്രമല്ല, ഈ മെഡിസിൻസ് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇഫ് ദർ ഈസ് എനി എമർജൻസി, ഇൻ കേസ് ഓഫ് എമർജൻസി ആരെ സമീപിക്കണം, അത് എപ്രകാരം സമീപിക്കണം എന്നുള്ള ഡീറ്റെയിൽസും പേഷ്യൻറ്റിന് ലഭ്യമായിരിക്കണം. ഇതെല്ലാം പേഷ്യൻറ്റിൻ്റെ അവകാശമാണ്. പരിചരണത്തിനുള്ള അവകാശം. ഈ പരിചരണത്തിനുള്ള അവകാശത്തിൽ വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, ഈ പേഷ്യൻറ്റിനെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ റെഫർ ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുകയും, ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ICU പേഷ്യൻ്റ്, അവർക്ക് ICU സെറ്റപ്പുള്ള ആംബുലൻസ് ക്രമീകരിക്കപ്പെടുകയും ആ കണ്ടിന്യൂറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് രോഗിക്കുള്ള അവകാശമാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ആകാതെ അവർക്ക് അവരുടെ കണ്ടീഷനുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഓൺ ദ വേയിലും ലഭ്യമാകുക എന്നത് രോഗിയുടെ അവകാശമാണ്. എന്നിട്ട് അവർ അടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിലൊരു ഇൻട്രപ്ഷൻ കൂടാതെ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട അവകാശം രോഗിക്കുണ്ട്. മാത്രമല്ല, ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് എ സിവിയർ പെയിൻ, പേഷ്യൻ്റ് എന്തെങ്കിലും പർട്ടിക്കുലർ കണ്ടീഷൻ കാരണം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് പെയിൻ കാരണം, സിവിയർ പെയിൻ കാരണം വരികയാണെങ്കിൽ ഫസ്റ്റ് അവരുടെ പെയിൻ മാനേജ് ചെയ്യുക, പെട്ടെന്നൊരു ക്വിക്ക് റിലീഫ് കിട്ടാൻ പാകത്തിന് അവർക്ക് അതിൻ്റെ പെയിൻ മാനേജ്മെൻറ്റ് ലഭിക്കുക എന്നതും രോഗിയുടെ അവകാശമാണ്. ഇതേ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രോഗിക്ക് കൊടുത്താലും അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രോഗിക്കുണ്ട്. അത് റെഫ്യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം രോഗിക്കുണ്ട്. അത് രോഗിയുടെ അവകാശമാണ്, റൈറ്റ് ടു റെഫ്യൂസ് ദ ട്രീറ്റ്മെൻറ്റ്. രോഗിക്ക് അത് ആവശ്യമില്ല, അത് അൺനെസസറി ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു റൈറ്റും രോഗിക്ക് ഉള്ളതാണ്. അടുത്തതായുള്ള അവകാശമാണ് ആത്മാഭിമാനവും സ്വകാര്യതയും. രോഗിക്ക് എന്തെങ്കിലും ആത്മീയമായ മുൻഗണനയോ മതപരമായ എന്തെങ്കിലും മുൻഗണനകൾ ഉണ്ടെങ്കിൽ അതിനർഹിക്കുന്ന പ്രാധാന്യം ലഭ്യമാകേണ്ടത് രോഗിയുടെ അവകാശമാണ്. മാത്രമല്ല, റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി. രോഗിയുടെ കണ്ടീഷൻ മറ്റാരിലേക്കും നമ്മൾ അൺനെസസറി ആയിട്ട് ഷെയർ ചെയ്യാതെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ അവകാശമാണ്. ചില സാഹചര്യത്തിൽ പേഷ്യൻസിന് HIV പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ HBsAg പോസിറ്റീവ് ആയിരിക്കാം, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസോ എന്തെങ്കിലും ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസൊക്കെ ഉള്ള കണ്ടീഷനിൽ നമ്മളത് കോൺഫിഡൻഷ്യലായിട്ട് വയ്ക്കണം. അത് ഏത് കണ്ടീഷനാണെങ്കിലും, ഏത് രോഗിയാണെങ്കിലും അവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഫയൽ, അത് അവരുടെ റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് എല്ലാം കോൺഫിഡൻഷ്യലായിരിക്കണം. അത് രോഗിയുടെ അവകാശമാണ്. മറ്റൊരു അവകാശമാണ് റൈറ്റ് ടു പ്രൈവസി. രോഗിക്ക് പ്രൈവസി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് ടെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ചെയ്യാൻ പോയാലും ആ രോഗിക്ക് അർഹിക്കുന്ന പ്രൈവസി ലഭിക്കേണ്ടതാണ്. പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ എയറിൽ വെച്ച് രോഗിക്ക് ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറോ ചെയ്യുന്നത് അത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യമാണ്.
അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു കർട്ടൻ വലിച്ചിടുകയോ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്ത് വെച്ച് പ്രൊസീജിയർ റൂമിൻ്റെ അകത്ത് വെച്ച് ചെയ്യേണ്ട അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അത് രോഗിയുടെ അവകാശമാണ്, റൈറ്റ് ടു പ്രൈവസി. മറ്റൊരു അവകാശമാണ് റൈറ്റ് ടു സേഫ്റ്റി. പേഷ്യൻസ് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള മാനസിക രോഗമുള്ള രോഗികളിൽ നിന്നോ മറ്റേതെങ്കിലും അവസ്ഥകളിൽ നിന്നോ ഹരാസ്മെൻറ്റോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ടുള്ള അവസ്ഥകൾ വരാതെ രോഗിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു റൈറ്റ്, അവർക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി കിട്ടേണ്ട അവകാശം രോഗിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അടുത്തതാണ് അറിയാനുള്ള അവകാശം. റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിൽ വരുന്നതാണ്. അതായത് രോഗിയുടെ രോഗാവസ്ഥ കണ്ടുപിടിക്കാൻ ആവശ്യമായ രോഗനിർണയ രീതികളെക്കുറിച്ച്, അതായത് ടെസ്റ്റുകൾ, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ എന്തൊക്കെ റൂൾ ഔട്ട് ചെയ്യുക, എന്തൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചികിത്സകൻ തീർച്ചയായും രോഗിയോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകണം. അതറിയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രോഗിക്കുണ്ട്. ഈ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി അതിന് വരുന്ന ചിലവുകൾ, എത്രമാത്രം ചിലവ് വരും, ഇനി അതിനെന്തെങ്കിലും ആനുകൂല്യങ്ങളുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായും തരം തിരിച്ച് അറിയേണ്ട, അതായത് അഡ്മിറ്റ് ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തരം തിരിച്ച് അതിൻ്റെ ചിലവുകളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും എല്ലാം അറിയേണ്ട അവകാശം രോഗിക്ക് പൂർണ്ണമായിട്ടുണ്ട്. മാത്രമല്ല ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കോപ്പി തീർച്ചയായിട്ടും രോഗിക്ക് ലഭ്യമായിരിക്കണം. അത് രോഗിയുടെ അവകാശമാണ്. എന്ത് ടെസ്റ്റ് ചെയ്താലും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ബ്ലഡ് ടെസ്റ്റ് ഓർ സ്കാൻ, എനിത്തിങ്, പേഷ്യൻറ്റിന് അതിൻ്റെ ഒരു കോപ്പി തീർച്ചയായിട്ടും ലഭ്യമായിരിക്കണം. അത് രോഗിയുടെ അവകാശമാണ്. മാത്രമല്ല ചില സാഹചര്യങ്ങൾ നമുക്കറിയാം, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് വെന്റിലേറ്റർ പേഷ്യൻറ്റ്, സൈക്കാട്രിക് പേഷ്യൻറ്റ്, പീഡിയാട്രിക് പേഷ്യൻറ്റ്, ആ സാഹചര്യങ്ങളിലൊക്കെ ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഇൻ കോമ സ്റ്റേജ് ഓർ സെമി കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഈ അവസരങ്ങളിലെല്ലാം രോഗിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ നിയർ വൺസ് തീർച്ചയായിട്ടും അവരുടെ കണ്ടീഷനെക്കുറിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കണം. അത് അവരുടെ അവകാശമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്ത് ടെസ്റ്റ്, എന്ത് പ്രൊസീജിയർ ചെയ്താലും കൺസെൻറ്റ്, അതായത് സമ്മതപത്രം എടുക്കുന്ന രീതി എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. ഈ കൺസെൻറ്റ്, അതായത് ഈ സമ്മതപത്രം ഷുഡ് ബി ഇൻഫോംഡ് കൺസെൻറ്റ്, അതായത് രോഗി അറിഞ്ഞെടുക്കുന്ന സമ്മതപത്രം ആയിരിക്കണം. അത് തീർച്ചയായും അവർക്ക് അറിയാവുന്ന ഭാഷയിലായിരിക്കണം. അവർക്ക് അത് തീർച്ചയായും അതിൻ്റെ പൂർണ്ണമായ എക്സ്പ്ലനേഷൻ ലഭ്യമായിരിക്കണം. ലളിതമായ രീതിയിൽ അവരുടെ ഭാഷയിൽ വേണം അത് ചികിത്സകൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അത് രോഗിയുടെ അല്ലെങ്കിൽ അവരുടെ പർട്ടിക്കുലർ കണ്ടീഷനിലുള്ള രോഗികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അവകാശമാണ്. ചില സാഹചര്യങ്ങളിൽ അധികാരപ്പെട്ട വ്യക്തികൾക്ക് ഈ രോഗിയുടെ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഹാൻഡ് ഓവർ ചെയ്യാനും അത് ഒന്നുകൂടെ റീചെക്ക് ചെയ്യാനുള്ള അവകാശം രോഗിക്കുണ്ട്. നമുക്കറിയാം ഇൻഷുറൻസ്, ഹെൽത്ത് സ്കീംസിനെല്ലാം ഒരു കൗണ്ടർ ചെക്ക് അല്ലെങ്കിൽ ഒരു റീചെക്കിൻ്റെ ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പേഷ്യൻ്റെ റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സിൻ്റെ കോപ്പിയോ എന്തെങ്കിലും അവർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും രോഗിക്ക് അത് ലഭ്യമായിരിക്കണം. അത് രോഗിയുടെ അവകാശമാണ്. റൈറ്റ് ടു ട്രാൻസ്പെറൻസി ട്രാൻസാക്ഷൻ, അതായത് രോഗിക്ക് എന്ത് ബില്ല് അടച്ചാലും, രോഗിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി, ടെസ്റ്റിൻ്റെ ഭാഗമായി എന്തൊക്കെ ബില്ല് പേ ചെയ്താലും അതിൻ്റെ എല്ലാം ബില്ലിൻ്റെ കോപ്പി അല്ലെങ്കിൽ ബില്ല് തീർച്ചയായിട്ടും രോഗിക്ക് ലഭ്യമായിരിക്കണം. അത് രോഗിയുടെ അവകാശമാണ്. അടുത്തതാണ് മുൻഗണനാ അവകാശം, റൈറ്റ് ടു ചൂസ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടു, ആ കണ്ടീഷന് സർജറി മാത്രമേ ഉള്ളൂ ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ എന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രോഗി എന്ന നിലയിൽ നമുക്ക് ചോദിക്കാം, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സും അതിൻ്റെ കോപ്പികൾ, അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു ലെറ്റർ, എവറിത്തിങ് ഐ ഷുഡ് ഗെറ്റ് ഫ്രം ദിസ് ഹോസ്പിറ്റൽ. എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ രോഗിക്ക് ആവശ്യപ്പെടാനുള്ള അവകാശം രോഗിക്കുണ്ട്. എന്നിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഇതല്ലാതെ, ഈ സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വേറെ ഈ സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അത് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്കുണ്ട്. റൈറ്റ് ടു ചൂസ് ട്രീറ്റ്മെൻറ്റ്. അടുത്തതാണ് പ്രശ്നപരിഹാര അവകാശം. അതായത് രോഗിക്ക് ചികിത്സയെക്കുറിച്ച് പരാതിപ്പെടാനുള്ള അവകാശം തീർച്ചയായും ഉണ്ട്. എന്നിട്ട് പരാതിപ്പെട്ടതിന് ശേഷം
അതങ്ങനെ ഒരു പരാതിയായി നിൽക്കാതെ അതിൻ്റെ പരിഹാരം കിട്ടുവാനും പൂർണ്ണ അവകാശം രോഗിക്കുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഗ്രീവൻസ് അഡ്രസ്സിൽ ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരാതിപ്പെടുവാനും അതിൻ്റെ റൈറ്റ് സൊല്യൂഷൻ കിട്ടുവാനുമുള്ള അവകാശം രോഗിക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗിയായ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ, ക്വാളിറ്റി കെയർ ലഭിക്കാനുള്ള അവകാശം രോഗിക്ക് ഉണ്ട് എന്ന് തീർച്ചയായും നമ്മളെല്ലാവരും ഇന്നത്തെ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, മെഡിക്കൽ മാൽ പ്രാക്ടീസിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം അനേക ജീവനുകളാണ് ഈ അടുത്തിടയ്ക്ക് പൊലിഞ്ഞത്. നമ്മൾ പലരും അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു രോഗിയുടെ അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പല ചതിയിലും നമ്മൾ ചെന്നുപെടും, പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.